യംഹുല്ലാഹു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതിനെ അവൻ മായ്ച്ചു കളയുകയും വയുസ്ബിത്തു, അള്ളാഹു ഉദ്ദേശിച്ചതിനെ അവൻ സ്ഥിരപ്പെടുത്തുകയും വ ഇൻദഹു ഉമ്മുൽ കിതാബ്, മൂലഗ്രന്ഥം അള്ളാഹുവിന്റെ അടുക്കലുമാകുന്നു. സൂറത്തു റാദിലെ 39ാമത്തെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു താല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയും, അതിൽ മാറ്റത്തിരുത്തലുകൾ വരും. അതേപക്ഷം അള്ളാഹു ഉദ്ദേശിക്കാത്ത വശം അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യും. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, ജയപരാജയങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹു താല വേണമെങ്കിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയപ്പെടുത്താം. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയപ്പെടുത്തുന്നതായ സുപ്രധാനമായ ദിനത്തിനെ പറ്റി പറയുമ്പോൾ പരിശുദ്ധമായ ശഅബാൻ 15-ൻ്റെതായ സുദിനത്തിനെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനവർ ഒരുപാട് കാരണങ്ങളും പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നമ്മിൽ നിന്നും മറച്ചു. ഇന്ന ഡേറ്റ് ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്കും പറഞ്ഞു തന്നിട്ടില്ല. അതേസമയം കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ 10-ലാണ്. അതും പ്രത്യേകമായിട്ട് ഒറ്റയായിട്ടുള്ള രാത്രികളിൽ നമുക്ക് കൂടുതലായിക്കൊണ്ട് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടാറുണ്ട്. അതേസമയം പരിശുദ്ധമായ ശഅബാൻ, റജബ് കഴിഞ്ഞ് ശഅബാൻ, ആ ശഅബാൻ മാസത്തിലെ 15-ൻ്റെതായ രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുവ്യക്തമാക്കി തന്നു, ബറാഅത്തിൻ്റെതായ രാത്രി. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിനെ വ്യക്തമാക്കി തരാത്തതിൻ്റെ കാരണത്തിനെ പറ്റി പറയുമ്പോൾ ആ ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെതായ പാപമോചനവും നരകമോചനങ്ങളുടെയും ഒക്കെ രാത്രി. അത് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം മാത്രം ഇബാദത്തുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ ദാസീദാസന്മാർ വ്യാപൃതരാവുകയും മറ്റിതര ദിവസങ്ങളിൽ അവർ ബോധിച്ചതുപോലെ തോന്നിയതുപോലെ കഴിയുകയും ചെയ്യും. കാരണം പാപമോചനവും നരകമോചനവും ലഭിക്കുന്ന സുപ്രധാനമായ ലൈലത്തുൽ ഖദറിൻ്റെതായ ദിനത്തിനെ അവർക്ക് സുവ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം മാത്രം ഇബാദത്തുകളിലായി കഴിയുകയും മറ്റിതര ദിവസങ്ങളിൽ അവർ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച്, ഇംഗിതത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച്, ആഗ്രഹത്തിനോടൊപ്പം അവർ സഞ്ചരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചത്. അതേസമയം ലൈലത്തുൽ ബറാഅത്തിൻ്റെതായ രാത്രി അഥവാ ശഅബാൻ 15-ൻ്റെതായ രാത്രി എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധി, കോപം, തൃപ്തി, സ്വീകാര്യത, അവഗണന, വിജയപരാജയങ്ങൾ എന്നിവയുടെ രാത്രിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതുകൊണ്ട് തന്നെ ലൈലത്തുൽ ബറാഅ നാം ഇബാദത്തുകൾ കൊണ്ട് അടുക്കപ്പെടേണ്ടതാണ്. അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കപ്പെടേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള രാത്രിയാണ് പരിശുദ്ധമായ ശഅബാൻ 15-ൻ്റെതായ രാത്രി എന്നുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിനെ പറ്റി പറയുന്നത് തന്നെ ശഅബാനു ജുന്നത്തും മിനന്നാർ, ശഅബാൻ എന്നുള്ളത് നരകത്തിനെ തൊട്ടുള്ളതായ ഒരു പരിചയാണ്. നമുക്കറിയാം, പരിച എന്നുള്ളത് സാധാരണഗതിയിൽ നാം ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാറുള്ളത് യുദ്ധങ്ങളിൽ ശത്രുക്കളിൽ നിന്നും വരുന്നതായ അസ്ത്രങ്ങളെ, ശത്രുക്കളിൽ നിന്നും വരുന്നതായ അക്രമങ്ങളെ തടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ പരിചയം നാം ഉപയോഗിക്കപ്പെടാറുള്ളത്. അതുപോലെ തന്നെയാണ് നരകത്തിൽ നിന്നുമുള്ള ഒരു പരിരക്ഷയാണ്, ഒരു പ്രൊട്ടക്ഷനാണ് പരിശുദ്ധമായ ശഅബാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായ ശൈലി എന്നുള്ളത് പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു കടന്നാൽ ഏറ്റവും കൂടുതൽ സുന്നത്തായ നോമ്പുകൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് മാറ്റിവെക്കപ്പെടുന്ന സുപ്രധാനമായ ഒരു മാസമാണ് ശഅബാൻ എന്നുള്ളത്. പരിശുദ്ധമായ ശഅബാനിൽ മറ്റിതര മാസങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അതിൽ തന്നെ വളരെ പവിത്രതയാർന്ന ഒരു ദിവസമാണ് ശഅബാൻ 15-ൻ്റെതായ ബറാഅത്തിൻ്റെതായ സുന്നത്തായ നോമ്പ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പരിശുദ്ധമായ ബറാഅത്തിൻ്റെതായ സുദിനം, നമുക്കറിയാം, ഒരു മനുഷ്യന് ഒരുപാട് പേരുകൾ ഒരാൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ പല പേരുകളും ഇട്ട് ഒരാൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ഔന്നിത്യത്തിനെ, ആ മനുഷ്യൻ്റെ മഹത്വത്തിനെയാണ് അതുകൊണ്ട് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യനെ പല എഴുത്തുകാരൻ, അതേപോലെ പ്രാസംഗികൻ, സാമൂഹിക സേവകൻ എന്ന് തുടങ്ങി പല അർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിനോട് ആ നിലയ്ക്ക് തുടങ്ങിയ പല പേരുകളിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മഹത്വത്തിനെയാണ് അത് കുറിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ശഅബാനിൻ്റെതായ 15-ാമത്തെ രാത്രിയാകുന്ന ബറാഅത്തിനും ആ നിലയ്ക്ക് പല പേരുകളും കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്നതായ ഗ്രന്ഥത്തിൽ പരിശുദ്ധമായ ശഅബാൻ 15-ൻ്റെതായ പല പേരുകളും
പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ബറാ, ലൈലത്തുൽ മുബാറക, അതുപോലെ ലൈലത്തുൽ ഇജാബ, ലൈലത്തുൽ ഹയാത്ത്, ലൈലത്തു ഈദിൽ മലായിക. അള്ളാഹുവിൻ്റെ മാലാകമാർക്ക് അന്നത്തതായ ദിവസത്തിൽ അവർക്ക് പെരുന്നാളിനോട് സമാനമായിട്ടുള്ള അനുഭൂതികളായിരിക്കും, സന്തോഷമായിരിക്കും. ആ നിലയ്ക്ക് വളരെ അള്ളാഹുവിൻ്റെ മാലാകമാർ സന്തോഷിക്കപ്പെടുന്നതായ ആ ബറാഅത്തിൻ്റെതായ സുദിനം നാം അതിൻ്റെതായ ആദാബുകൾ പാലിച്ചുകൊണ്ട് ഹുക്കൂക്കുകൾ വീടിക്കൊണ്ടുള്ളതായ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടണം. കാരണം വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുർ റഅദിലൂടെ അള്ളാഹു തആല പറയുകയാണ്, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ മായ്ച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് മൂലഗ്രന്ഥം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടേതായ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ജീവിതങ്ങൾ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായ ഏടുകളിൽ നിന്നും അതിനെ നീക്കം ചെയ്യുവാൻ അള്ളാഹുവിനോട് ഇടതടവില്ലാതെ കേഴ്ന്ന് നമ്മുടേതായ ആഗ്രഹത്തിനെ വാങ്ങിച്ചെടുക്കുവാൻ, പൊറുപ്പിച്ചെടുക്കുവാൻ, നേടിയെടുക്കുവാൻ പറ്റുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സുദിനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ ഷാബാനിൻ്റെ പകുതിയിലെ ബറാഅത്തിൻ്റെതായ സുദിനം എന്നുള്ളത്. ആ നിലയ്ക്ക് അതിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം നേടിയെടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബിലും ഷഅബാനിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പുണ്യമായ റമദാനിൽ എത്തിപ്പെടാനും ഇബാദത്തുകൾ കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുമുള്ള തൗഫീഖ് സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഷഅബാനിൽ ബറാഅത്തിൻ്റെതായ സുദിനത്തിൽ നാം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി കൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ നാം പറഞ്ഞിട്ടുണ്ട്. അത് നാം കേൾക്കുകയും അന്നേ ദിവസം കൃത്യമായിക്കൊണ്ട് അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട ദുആകൾ സാധുവായ എന്നെയും കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടുകൂടി എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരിടം നൽകും എന്നതായ വസിയത്തോടുകൂടി നിർത്തുന്നു. മറ്റൊരറുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.